ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോടോക്സ്. ആണ് നമ്മുടെ ഇന്ത്യ ഇംഗ്ലണ്ട് ഫസ്റ്റ് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ആവേശകരജനകമായ ടെസ്റ്റ് മത്സരത്തിനൊടുവിൽ അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് തോറ്റു. ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഒരു ആദ്യ ടെസ്റ്റ് വിജയം, ആദ്യ മത്സരത്തിൽ തന്നെ വിജയം എന്നുള്ള ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമായില്ല. അവസാന ദിവസം 371 എന്ന് പറയുന്ന ഒരു ഭീകര ടോട്ടൽ ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് കിഡിലൻ്റെ ഒരു സെഞ്ചുറിയോടുകൂടി ബെൻഡക്കറ്റും അതുപോലെ സാക്രവോളിയും റൂട്ടും ഒരു അർദ്ധ സെഞ്ചുറിയോടായിട്ട് പിന്തുണ നൽകി. വളരെ ഈസി ആയിട്ടാണ് അവർ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ഒരു ഘട്ടത്തിൽ മാത്രം, അതായത് ഷർദുൽ ഠാക്കൂർ ബെൻഡക്കൻ്റെ അതുപോലെ ഹാരി ബ്രൂക്കിൻ്റെയും വിക്കറ്റ് കൺസിക്യൂട്ടീവായിട്ടുള്ള പന്തുകൾ എടുത്ത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഒന്ന് സ്ട്രഗിൾ ചെയ്തത് ഇംഗ്ലണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഡേ 5 തന്നെ. 2 ഇന്നിങ്സുകളിലുമായി 800-ലധികം റൺസ്, 5 സെഞ്ചുറികൾ, കൂടാതെ ഒരു 5 വിക്കറ്റ് നേട്ടവും. ഇന്ത്യൻ ടീമിലെയും പ്ലേയേഴ്സിൻ്റെയും വ്യക്തിഗത പ്രകടനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയുള്ള ഒരു സീരീസ് തന്നെയാണ് ഈ കഴിഞ്ഞത്. താരങ്ങളുടെ വ്യക്തിഗത പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു മത്സരം തന്നെയാണ് ഈ കഴിഞ്ഞു പോയത്. പക്ഷേ മത്സരത്തിൻ്റെ അന്തിമ റിസൾട്ടിൽ തോൽവിയായിരുന്നു ഫലം. എന്തുകൊണ്ടാണ് തോറ്റത്? ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ഗില്ല്, ജയ്സ്വാൾ, അതുപോലെ തന്നെ KL രാഹുൽ, ഋഷഭ് പന്ത് എല്ലാവരും ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നീട് സായ് സുദർശൻ ആയാലും അതുപോലെ തന്നെ കരുൺ നായർ ആയാലും കിട്ടിയ അവസരങ്ങൾ വലിയ കാര്യമായിട്ട് പ്രയോഗിച്ചില്ലെങ്കിൽ പോലും രണ്ടാമത്തെ ഇന്നിങ്സിൽ കുറച്ചെങ്കിലും റൺസ് അടിക്കാനായിട്ട് ട്രൈ ചെയ്തു. ഋഷഭ് പന്തും KL രാഹുലും ഒരു പീക്ക് ഫോമിൽ തന്നെ ബാറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് ഇന്ത്യ തോറ്റു. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഫീൽഡിങ്ങിലെ മിസ്റ്റേക്സ് തന്നെയാണ്. ജയ്സ്വാളും ജഡേജയും ഉൾപ്പെടെയുള്ള മികച്ച ഫീൽഡേഴ്സ് ക്യാച്ചുകളൊക്കെ അങ്ങനെ വിട്ട് കളയാണ്. മത്സരം തന്നെയാണ് ആ ക്യാച്ചുകളുടെ രൂപത്തിൽ വിട്ടുകളഞ്ഞത്. 7 മുകളിൽ ക്യാച്ചുകളാണ് 2 ഇന്നിങ്സുകളിലുമായിട്ട് ഇന്ത്യൻ ഫീൽഡർമാർ വിട്ടുകളഞ്ഞത്. അവിടെ തന്നെ മത്സരം കയ്യിൽ നിന്ന് പോയി. പല സന്ദർഭത്തിലും ഇന്ത്യക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒട്ടനവധി അവസരങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ടെസ്റ്റ് മുഴുവൻ കണ്ട ആളുകൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം മിസ് ചെയ്ത് കളഞ്ഞ് ഒരു ഷുവർ വിക്ടറി തന്നെയാണ് ഇംഗ്ലണ്ടിന് കൊടുത്തത് ഇന്ത്യ. മത്സരശേഷം സഞ്ജയ് മജരേക്കർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് 2 പ്ലേയേഴ്സിനെ ഉദ്ദേശിച്ചിട്ടായിരുന്നു. ഒന്ന് ഷർദുൽ ഠാക്കൂറും ഒന്ന് രവീന്ദ്ര ജഡേജയും. ബോളേഴ്സാണ് എന്നതിനുപരി ബാറ്റിങ്ങിൽ വളരെ വ്യക്തമായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന 2 പ്ലേയേഴ്സാണ് ഇവർ രണ്ടാളും. പക്ഷേ ഇവരുടെ ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻ എത്രത്തോളം ആയിരുന്നു നമ്മൾ നോക്കണം. സംഭവം 2 ഇന്നിങ്സുകളിൽ ഇന്ത്യ 300+, 400+ സ്കോർ ചെയ്തു. 800-ന് മുകളിൽ ഒരു ടെസ്റ്റിൽ ഇന്ത്യ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളായിട്ട് നമുക്ക് കാണാനില്ല. ന്യൂസിലാൻഡിനെതിരെ അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന സീരീസുകളൊക്കെ നോക്കിയാൽ മതി. സ്റ്റിൽ ഇന്ത്യ തോറ്റത് ബോളേഴ്സിൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ബാറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ടോപ്പ് ഓർഡറിൽ ഒതുങ്ങി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. കുറേ നാളുകൾക്ക് മുന്നേ ഷമി ആയാലും അല്ലെങ്കിൽ ഉമേഷ് യാദവ് ആയാലൊക്കെ 10-20 ബോളുകളെങ്കിലും മിനിമം ഫേസ് ചെയ്തിരുന്നു ഒരു ഓവർസീസ് ടെസ്റ്റ് കണ്ടീഷനിലൊക്കെ. പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ ബോളേഴ്സിന് കുറച്ചധികം പന്തുകൾ പോലും ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈവൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സിന് പോലും അത് സാധിക്കുന്നില്ല. ജഡേജയെന്നൊക്കെ വല്ലാതെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആസ് എ ബാറ്റർ എന്ന രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിന് ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആരെയും അങ്ങനെ അടച്ചിതാക്കുന്നതല്ല. എന്തായാലും ഈ പറഞ്ഞത് അവർ കമൻറ്റേറ്റേഴ്സിൻ്റെ കൂടെ അഭിപ്രായമാണ്. എനിവേ ബോളിങ്ങിലോട്ട് വരുമ്പോൾ പ്രസീദ് കൃഷ്ണ എന്ന് പറയുന്ന ബോളർ, അദ്ദേഹം ഇന്നലെ 2 വിക്കറ്റ് എടുക്കുകയുണ്ടായി. ബട്ട് സ്റ്റിൽ 6-ന് മുകളിൽ എക്കണോമിയിലൊക്കെ പന്തെറിയുക എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് മത്സരമാണെന്നൂടെ നമ്മൾ ഓർക്കണം. അവസാന ദിനത്തിൽ 371 എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഇതിനു മുന്നേ ഒറ്റത്തവണ മാത്രമാണ് ചേസ് ചെയ്തിട്ടുള്ളൂ. അത് ഇന്ത്യക്കെതിരെ 2022-ലായിരുന്നു. അതായത് 350-ന് മുകളിൽ 5th ഡേയിൽ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. നോർമലി ഒരു ടെസ്റ്റിൻ്റെ 5th ഡേയിൽ പിച്ചിൻ്റെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വൻ രീതിയിൽ ക്രാക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്പിന്നേഴ്സിന് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നലെ ലീഡ്സിലെ പിച്ചിൻ്റെ കണ്ടീഷൻസ് അത്രയും മോശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിക്കറ്റായിരുന്നു. ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ ഡക്കറ്റായാലും അതുപോലെ തന്നെ ക്രൗളി ആയാലും മികച്ച രീതിയിൽ കളിച്ചതുകൊണ്ട് ആ സമയത്ത് ഒരു വിക്കറ്റ്സ് ഒന്നും പോയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് 200-ന് മുകളിലൊക്കെ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വരുത്താനായിട്ട് അവർക്ക് സാധിച്ചു. തുടക്കത്തിൽ ബുംറയ്ക്കെതിരെ വളരെ ശ്രദ്ധയോടുകൂടി കളിച്ച് അതിനുശേഷം പ്രസീദ് കൃഷ്ണയെ അല്ലെങ്കിൽ സിറാജിനെ ഠാക്കൂറിനൊക്കെ ആക്രമിച്ച് കളിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയായിരുന്നു എന്തായാലും ഇന്നിങ്സ് ബിൽഡപ്പ് ചെയ്തത്. 188 എന്ന് പറയുന്നൊരു ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് അവിടെ തന്നെ ഇംഗ്ലണ്ട് കളി പിടിച്ചതായിരുന്നു. പിന്നീട് ഒലി പോപ്പിൻ്റെ വിക്കറ്റ് പോകുന്നു. പക്ഷേ പിന്നീട് വീണ്ടും ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ വരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ഷർദുൽ ഠാക്കൂറിൻ്റെ ആ ഒരു ബ്രേക്ക് ത്രൂ 2 വിക്കറ്റ്സ് അവിടെ നമ്മൾ കളിയിലേക്ക് തിരിച്ചു വന്നെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് നമ്മൾ മുൻപ് പലതവണയും പറഞ്ഞിട്ടുണ്ട്. ക്രിസ് വോക്സും അതുപോലെ തന്നെ കാർസും ഒക്കെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ബോളേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മികവ് ഇന്ത്യൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സിനും അല്ലെങ്കിൽ ഇന്ത്യൻ ബോളേഴ്സിനും ഇല്ലാതെ പോയി. ഒരു 20-30 പന്തുകൾ നേരിടുക എന്നുള്ളത് ഇന്ത്യൻ ബോളേഴ്സിന് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയേക്കണം. എന്തായാലും ഫസ്റ്റ് ടെസ്റ്റിൽ ഒരു ജയം ഇന്ത്യക്ക് പലതവണ ഒരു മൊത്തം സെഷൻസ് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ സെഷൻസിൽ ഇന്ത്യ ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു വിജയം കിട്ടിയില്ല. എന്തായാലും വളരെ ഒരു ഗില്ലിനെ ഒരു സ്വപ്നതുല്യമായൊരു തുടക്കം ക്യാപ്റ്റനായിട്ട് തൻ്റെ കരിയറിൽ ഫസ്റ്റ് മത്സരം തന്നെ ഒരു വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഇനിയുള്ള വരുന്ന മത്സരങ്ങളിൽ എന്തായാലും 3 മത്സരം കഴിഞ്ഞ് ബുംറ ഉണ്ടാവില്ല എന്നുകൊണ്ട് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇനിയുള്ള വരും മത്സരങ്ങളിൽ കുറച്ചുകൂടി
ശ്രദ്ധയോടുകൂടി കളിച്ചില്ലെങ്കിൽ ഈ ഒരു പരമ്പര ഇന്ത്യക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്.